ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് നാം 6ഉം 7ഉം അധ്യായങ്ങളാണ് ധ്യാനിക്കുന്നത്. അത് എലീഫസിൻ്റെ വാക്കുകൾക്ക് ഇയ്യോബ് നൽകിയ മറുപടിയായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 6ാം അധ്യായത്തിൻ്റെ 10ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. 24ാം വാക്യം, വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ, നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിപ്പീൻ, ഞാൻ മിണ്ടാതെ ഇരിക്കാം. ഏതിൽ തെറ്റിപ്പോയി എന്ന് എനിക്ക് ബോധം വരുത്തുവി. ഇനി 30ാം വാക്യം, എൻ്റെ കാര്യം നീതിയുള്ളത് തന്നെ. 7ാം അധ്യായത്തിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ, മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിനും അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് രാത്രി തോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ? നീ എത്രത്തോളം നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയുമിരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നത് എന്ത്? എൻ്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്ത്? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും, നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. 6ാം അധ്യായത്തിൻ്റെ 4ാം വാക്യത്തിൽ പറയുന്നത് പോലെ സർവശക്തൻ്റെ അസ്ത്രങ്ങൾ തറയ്ക്കത്തക്ക പാപമൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് ഇയ്യോബ് ആവർത്തിക്കുന്നു. ഇയ്യോബിൻ്റെ എന്തോ രഹസ്യ പാപം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ആയിരുന്നു തേമാന്യനായ എലീഫസിൻ്റെ ആരോപണം. പക്ഷേ ഇയ്യോബ് ആവർത്തിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല. ഇയ്യോബ് പറയുകയാണ് 10ാം വാക്യത്തിൽ, പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ല. 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇയ്യോബ് പറയുന്നത്, സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോട് ഭക്തിയില്ലാത്തവനാണ്. എൻ്റെ സ്നേഹിതന്മാർ എന്നോട് ദയ കാണിച്ചിട്ടില്ല. നീർത്തോടിലെ വെള്ളം ക്രമേണ വറ്റുന്നത് പോലെയും മരുഭൂമിയിൽ ഒട്ടകക്കൂട്ടം വെള്ളമില്ലാത്ത ഇടങ്ങളിൽ ചെന്ന് നശിക്കുന്നത് പോലെയും ഞാനായിരിക്കുന്നെങ്കിലും സ്നേഹിതരോട് എനിക്ക് വേണ്ടി നിങ്ങൾ കൈക്കൂലി കൊടുത്ത് എന്നെ രക്ഷിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ആണ് ഇയ്യോബ് പറയുന്നത്. 24ാം വാക്യം, ഞാൻ എവിടെ തെറ്റിപ്പോയി എന്ന് നിങ്ങൾ പറയുക എന്ന് ഇയ്യോബ് സ്നേഹിതരെ വെല്ലുവിളിക്കുകയാണ്. 29ൽ പറയുന്നു, എൻ്റെ കാര്യം നീതിയുള്ളത് തന്നെ, എൻ്റെ നാവിൽ അനീതിയില്ല. കൂലിക്കാരൻ വൈകുന്നേരം കൂലി കിട്ടുമെന്ന പ്രത്യാശയുണ്ട്. ഒരു നിഴൽ കാണുമ്പോൾ വേലക്കാരന് ആശ്വാസമുണ്ട്. എന്നാൽ കഠിനമായ രോഗബാധ നിമിത്തം തനിക്ക് മരണമല്ലാതെ ആശയ്ക്ക് വഴിയില്ല എന്നാണ് ഇയ്യോബ് 7:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്.
13-ാം വാക്യം പറയുന്നത് എല്ലാവർക്കും കട്ടിലും മെത്തയും ആശ്വാസമാണെങ്കിലും എനിക്കങ്ങനെയല്ല. 14-ാം വാക്യം പറയുന്നത് ഒരു ഉറക്കമുണ്ടായാൽ സ്വപ്നങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ്. 17 മുതൽ അവസാന വാക്യങ്ങൾ വരെ പറയുന്നത് പാപം മൂലമായിരുന്നു എൻ്റെ പീഡകൾ എങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റുപറയുന്ന എന്നോട് ദൈവം ക്ഷമിക്കുമായിരുന്നു. അതുകൊണ്ട് പാപം മൂലമല്ല എന്ന് യോബ് ആവർത്തിക്കുകയാണ്. ഇതിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം സ്നേഹിതന്മാരോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പാപനിമിത്തം ആകണം എന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും അതിലൂടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ ശരീരം അതും ദൈവത്തിൻ്റെ മന്ദിരമാണ്. തനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആ ഒരു തിരിച്ചറിവ് ഈ യോബിനെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.